അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് ആരെയാണ് നബിയെ? അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയെയാണ്. വീണ്ടും ചോദിച്ചു, പിന്നെ ആരെയാണ് നബിയെ? നിന്റെ ഉമ്മയെയാണ്. വീണ്ടും ചോദിച്ചു, പിന്നെ ആരെയാണ് നബിയെ? നിന്റെ ഉമ്മയെയാണ്. അദ്ദേഹം വിട്ടില്ല, വീണ്ടും ചോദിച്ചു, പിന്നെ ആരെയാണ് നബിയെ? അപ്പൊ പറഞ്ഞു, നിന്റെ ഉപ്പയെയാണ്. 3 പ്രാവശ്യവും നിന്റെ ഉമ്മയെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മമാർക്ക് വലിയ സ്ഥാനമുണ്ട്. മാത്രമല്ല, അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിങ്ങളുടെ സ്വർഗമുള്ളത് നിങ്ങളുടെ ഉമ്മയുടെ കാലിനടിയിലാണ്. അപ്പൊ എത്രത്തോളം മുകളിലാണ് ഉമ്മമാരെ ഇസ്ലാം ദീൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ശരിയാണ്. എന്നാൽ അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയുടെ കാലിനടിയിലുള്ള സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മെയിൻ ഗേറ്റ്, മധ്യവാതിൽ, അത് നിന്റെ ഉപ്പയാണ്. അപ്പോ ഉപ്പക്കും വലിയ സ്ഥാനമുണ്ട്, ചെറിയ സ്ഥാനമല്ല. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ഉമ്മമാർക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്, ആദരവ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ തന്നെയാണ് ഇസ്ലാം ദീൻ കൽപ്പിച്ചതും. എന്നാൽ നേരെ ഇപ്പുറത്ത് പിതാക്കന്മാർക്ക്, ഉപ്പമാർക്ക് നമ്മൾ സ്നേഹം കൊടുക്കാറില്ല, തീരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും സാധാരണ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ല എന്ന് പറയാൻ കഴിയുമോ? മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരുപോലെ നമ്മൾ ബഹുമാനം കാണേണ്ടവരാണ്. ഉമ്മമാർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിലും അതേപോലെ സ്ഥാനം ഉപ്പമാർക്കും ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. കുടുംബജീവിതം എന്നുള്ള വിഷയം വെച്ചിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള കടമകൾ എന്നുള്ള വിഷയം വെച്ചിട്ട് അധിക ഉസ്താദുമാരും പറഞ്ഞു കൊടുക്കുന്നത് മാതാവിനോടുള്ള കടമകൾ മാത്രമാണ്. എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അധികം ആളുകളും പറഞ്ഞു കൊടുക്കുന്നത് 10 മാസം വയറ്റിലിട്ടതും വേദന അനുഭവിച്ച് പ്രസവിച്ചതും മുലപ്പാലൂട്ടി വളർത്തിയതും ഒക്കെയാണ്. അതിന്റെ കണക്കുകളാണ് ഇങ്ങനെ പറയുന്നത്. അത് ആരായാലും പറയുന്നത് അങ്ങനെയാണ്. എന്തൊരു വിഷയം വന്നാലും പല ആളുകളും ഉപദേശിക്കുന്നത്, മക്കളോട് ഉപദേശിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ്. ഓ മക്കളെ, അത് നിന്റെ ഉമ്മയാണ്. 10 മാസം വയറ്റിലിട്ട് ചുമന്ന് നടന്നിട്ടില്ലേ? അതുപോലെ തന്നെ മരണത്തിന്റെ പകുതി വേദനയാകുന്ന വേദന അനുഭവിച്ച് പ്രസവിച്ചില്ലേ? നിനക്ക് മുലപ്പാലൂട്ടി വളർത്തിയില്ലേ? എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയുടെ കഷ്ടപ്പാടുകൾ പറയുമ്പോ, ഈ ഉമ്മയെയും മക്കളെയും പോറ്റാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഇപ്പുറത്തുണ്ട്. അതാണ് നിന്റെ പിതാവ്, അതാണ് നിന്റെ ഉപ്പ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ, നട്ടിച്ച വെയിലത്ത് ആ സൂര്യന്റെ ചൂട്ടിൽ സ്വന്തം രക്തം വിയർപ്പായി പറന്നു പോകുമ്പോഴും എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്നുള്ള ആ ഒരൊറ്റ ക്ഷമയിലൂടെ രാപ്പകലെന്നില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ് നിന്റെ ഉപ്പ. പക്ഷെ ആ ഉപ്പയെ കാണാൻ നമുക്കിന്ന് സമയമില്ല, തീരെ അവഗണിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സംഭവമുണ്ട്. സ്കൂളിലേക്ക് ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി പോകുമ്പോ, ഉപ്പ വരാൻ പാടില്ല. കാരണം എന്താ? ഉപ്പ പഴഞ്ചനാണ്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ നടക്കുമ്പോ അതാണ് എന്റെ ഉപ്പ എന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഉപ്പ എന്റെ മദ്രസയിലേക്ക്, എന്റെ സ്കൂളിലേക്ക് വരേണ്ടതില്ല. എന്റെ പ്രോഗ്രസ് കാർഡിന് ഒപ്പിടാൻ അല്ലെങ്കിൽ എന്റെ മീറ്റിങ്ങിന് എന്റെ ഉമ്മ വന്നാൽ മതി. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഉമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഉമ്മയോട് കൈ കൊടുത്തിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. ഉപ്പ അവിടെ ഉണ്ടെങ്കിൽ ഒരു മുഖത്തേക്ക് പോലും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന എത്രയോ മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയോ? ഇല്ലെന്ന് പറയാൻ കഴിയോ? നമ്മൾ എന്ത് സ്ഥാനമാണ് പിന്നെ ആ പിതാവിന് കൊടുക്കുന്നുള്ളത്? ആ ഉപ്പ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഉപദേശിച്ചു കൊടുക്കുന്ന ആളുകൾ മക്കൾക്ക് വേണ്ടി ഉമ്മ 10 മാസം വയറ്റിലിട്ടതും വേദന അനുഭവിച്ച് പ്രസവിച്ചതും മുലപ്പാലൂട്ടി വളർത്തിയതിന്റെയും കഥ പറയുമ്പോ 1 മിനിറ്റെങ്കിലും ഈ പിതാവിനെ കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ?
ഒരു മിനിറ്റ് നേരമെങ്കിലും ഈ പിതാവിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇത് കൂടുതലും അനുഭവിക്കുന്നത് പ്രവാസികളാണ്. തന്റെ കുടുംബമൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി, തന്റെ കുടുംബത്തിന്റെ കടം ചുമലിലേറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടി, മക്കളെയോ പെങ്ങന്മാരെയോ കെട്ടിച്ചയക്കാൻ വേണ്ടി ആ വലിയ ഭാണ്ഡവും പേറിക്കൊണ്ട് പ്രവാസ ലോകത്തേക്ക് വരുന്ന ആളുകൾ അവരുടെ മക്കളുടെ ജീവിതം, മക്കളുടെ വളർച്ച, അവരുടെ സന്തോഷം അവർ കാണുന്നത് മൊബൈലിലൂടെയാണ്, വീഡിയോ കോളിലൂടെയാണ്. കാരണം അവർക്ക് കാണാൻ നേരമില്ല. അവരുടെ ജീവിതം അതുപോലെയാണ്. 2 വർഷത്തിലൊരിക്കൽ ലീവ്, അതും 1 മാസം അല്ലെങ്കിൽ 40 ദിവസം. അതിലെന്ത് കാണാനാണ്? അവിടെ പോയി ഒന്ന് സംസാരിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ, അപ്പോഴത്തേനും തിരിച്ചു വരാനായി. എന്നാൽ ഈ ഉമ്മമാര് പോലും ഈ ഉപ്പമാരുടെ വില മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓരോ ഉമ്മമാരും ഉപ്പമാരുടെ വില സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ മക്കൾക്ക് വേണ്ടി, ആ ഉമ്മക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ജീവിതത്തിന്റെ വില പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉമ്മയുടെ കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, 10 മാസം വയറ്റിലിട്ടതും നൊന്ത് പ്രസവിച്ചതും മുലയൂട്ടിയതിന്റെയൊക്കെ കണക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ആ ഉമ്മയെയും മക്കളെയും വളർത്താൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഈ ഉപ്പയുടെ കഥ 1 മിനിറ്റെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റി തരാതിരുന്നിട്ടുണ്ടോ? എന്നാൽ ഈ മനുഷ്യനാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവില്ല, നല്ല ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവില്ല, നല്ല ഒരു ചെരുപ്പിട്ടിട്ടുണ്ടാവില്ല, നല്ലൊരു മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവില്ല. എന്നാലോ ഭാര്യയുടെയോ മക്കളുടെയോ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെരുന്നാളിന്, ഏതെങ്കിലും ഒരു ആഘോഷത്തിന്, ഏതെങ്കിലും ഒരു ബർത്ത്ഡേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡ്രസ്സുകൾ എടുക്കാതിരുന്നിട്ടോ, നിങ്ങളെ ആവശ്യങ്ങൾ നിറവേറ്റി തരാതിരുന്നിട്ടോ ഉണ്ടോ? എന്നാൽ തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടൊരു ഡ്രസ്സ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് എടുക്കാതെ എനിക്ക് ഡ്രസ്സ് വേണ്ട എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മക്കള്, ഏതെങ്കിലും ഒരു ഭാര്യ തയ്യാറായിട്ടുണ്ടോ? ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ദൂരെയുള്ള ഒരു കല്യാണത്തിന് പോകണമെങ്കിലും എനിക്ക് ഡ്രസ്സ് വേണം, പുതിയ ഡ്രസ്സില്ലാണ്ട് ഞാൻ പോവില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ടോ, അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, അത് മനസ്സിലാക്കാൻ ചില സ്ത്രീകളെങ്കിലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം വീണ്ടും കടക്കണിയിൽ പെടുകയാണ്. പ്രവാസികളായ ആളുകൾ ഇവിടെ പണിയില്ലാതായിട്ട് അല്ലെങ്കിൽ വയസ്സായിട്ട് നാട്ടിലെത്തുമ്പോ നമ്മൾ ഉണ്ടാക്കിയ ഒന്നും നമ്മുടെ കയ്യിലില്ല, അതൊക്കെ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചു. എന്നാൽ വീട്ടിലേക്ക് എത്തുമ്പോ സ്വന്തം ഭാര്യയും മക്കളും അടക്കം വീട്ടിൽ നിന്നും തള്ളിപ്പുറത്താക്കുന്ന അവസ്ഥ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാത്തതിന്റെ കുറവാണ്. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചില്ല എങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ട് മാതാപിതാക്കള് മക്കളെ ദീൻ പഠിപ്പിച്ചുകൊണ്ട് വളർത്താൻ ശ്രമിക്കണം. ദീനിന്റെ ചട്ടക്കൂട്ടിലായിട്ട് മാതാവിന്റെയും പിതാവിന്റെയും അവസ്ഥകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, അവരുടെ ബഹുമാനവും ആദരവും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, അവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെല്ലാവരെയും സ്വാലിഹീങ്ങളും സ്വാലിഹത്തീങ്ങളുമാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതം അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. നല്ല ഈമാനോടുകൂടി, അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടിയുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.